രുചിഭേദങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഓവനൊന്നും ഉപയോഗിക്കാതെ വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. വളരെ സിമ്പിളാണ്, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓവനോ അല്ലെങ്കിൽ കുക്കറോ കടായോ എന്താണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ഉപ്പിട്ടിട്ട് സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടച്ചും വെക്കണം. എപ്പോഴും കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കേക്ക് ടിൻ റെഡിയാക്കി വെക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാം. ഞാൻ ഇന്നൊരു ബട്ടർ പേപ്പറാണ് വെച്ച് കൊടുക്കണത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു വിഷമവും വേണ്ട. ഇതേപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത ശേഷം കുറച്ച് മൈദ തൂവിയിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ എക്സ്ട്രാ മൈദയൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് നോർമലായിട്ട്. നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. അതായത് ഓറിയോ ബിസ്ക്കറ്റ്, ബേക്കിംഗ് പൗഡർ, പിന്നെ പാല്. അതിനായിട്ട് ഞാൻ 120 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലത്തെ 2 പാക്കറ്റാണ് നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഇനി നമ്മളിത് ഒരു മിക്സി ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണം. സെക്കൻഡ് പാക്കറ്റ് ഇടണം. ഇനി ഞാനിതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇതാ ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബിസ്ക്കറ്റിൻ്റെ കഷ്ണങ്ങളൊന്നും പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പാൽ ഒഴിച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായിരിക്കണം പാല്, തണുപ്പിച്ചത് പാടില്ല. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം. കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ? ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മതിയാവും. ഇനി ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. നന്നായിട്ട് ടാപ്പ് ചെയ്യണം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാറ്റർ ഒരുപാട് നേരം വെച്ചിരിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഗ്യാസ്കറ്റും വിസിലും വെച്ചിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. തുറന്ന് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കണ സമയത്ത് കുറച്ചുകൂടെ ആവാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൂടുതൽ വെച്ചു. നോക്കാം. കണ്ടില്ലേ, ക്ലീനായി വന്നു. ഇനി എപ്പോഴും നമ്മൾ മിഡിൽ പോർഷനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഇതെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞ് നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് സൈഡ് ഒന്ന് റൺ ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വിട്ടു വരാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. കണ്ടില്ലേ എത്ര പെട്ടെന്ന് വന്നു. ഇനി പതുക്കെ ബട്ടർ പേപ്പർ എടുക്കാം. നമ്മുടെ സൂപ്പറായിട്ടുള്ള സോഫ്റ്റ്, അത്ര സ്പോഞ്ചി ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്സ് എടുക്കാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആട്ടെ അല്ലെങ്കിൽ സാധാരണ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, ഇതുപോലെ തന്നെയാണ് പ്രൊസീജിയർ. പിന്നെ ഞാൻ ബേക്കിംഗ് പൗഡറിന് പകരം ഈനോ കൊണ്ടുള്ളൊരു കേക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.